ഓക്കെ, ശരി. അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ. ശാലിനി ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മുടെ നിത്യതി പെൺകൊടികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അമ്പാടി പയ്യുകൾ മേയും കാണാ. നമുക്ക് പയ്യൊക്കെ മേയുന്ന നല്ലൊരു ഡാൻസ്. ഓക്കെ, ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പേയാട് എന്ന സ്ഥലത്തുനിന്ന് സുമി എന്ന് പറയുന്ന മോള് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ച് ചോദിച്ച ഗാനമാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക, അങ്ങോട്ട് അവതരിപ്പിച്ച് ചെയ്യുക. പിന്നെ പ്രത്യേകം പറഞ്ഞായിരുന്നു 2 പേര് വീതമായിട്ട് സിംഗിൾ അല്ലാതെ ചെയ്യാൻ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ എടുത്ത് കാണുമോ കൊറിയോഗ്രാഫി? 1 മണിക്കൂർ എനിക്ക് കറക്കില്ല, അരമണിക്കൂർ. ഓക്കെ, പ്രാക്ടീസ് ഉൾപ്പെടെ അത്രേ. അപ്പം വളരെ കുറഞ്ഞ സമയം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. ശരി. അല്ല, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഞാൻ 2 പേര് ചേർന്ന് പഠിച്ചുകൊണ്ട് എനിക്ക് തോന്നി ചിലപ്പോൾ കൂടുതൽ സമയം എടുത്ത് കാണുമെന്ന്. ഓക്കെ മക്കളെ, ഓക്കെ മക്കളെ, മൈക്ക് വെച്ചിട്ട് പാട്ടൊന്ന് ഓൺ ചെയ്തോ. റെഡി? അപ്പോൾ മക്കളെ, സുമിക്കോട് ഒരു താങ്ക് യു പറ. താങ്ക് യു സുമി ചേച്ചി. ചേച്ചിയാണോന്ന് അറിയില്ലല്ലോ. ഓക്കെ, ഓക്കെ, ശരി. റെഡി മക്കളെ? ഒരുപാട് ഫ്രണ്ടിലോട്ട് വരരുതേ, ഒരുപാട് ഫ്രണ്ടിൽ വരരുതേ. ലില്ലിയെ മാറ്റിക്കേ. ഡേ മോളെ ലില്ലി. റെഡി? 1 റെഡി. പിന്നെ ഓർത്തോണം, അടുത്തടുത്തുള്ള കാര്യം ഞാൻ പറഞ്ഞ തൊട്ട് ബാക്കിൽ, അല്ലെങ്കിൽ ഒക്കത്തില്ലേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒളിച്ചൊക്കെ പോ. അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. കുഴലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ. നാടും കാണാ കൂടും കൂട്ടാ ഈണം പാടാ നാണം ചൂടാ. അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. ഉടലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരും ഒരു കാര്യം ചൊല്ലാമോ. ഏതു കുലം അറിയാതൊരു രാവിൽ കരതലം കവരാനണയും ഞാൻ. സ്നേഹത്തിൻ കൂടാരത്തിൽ നീയാണല്ലോ. ചൂടാ അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ.
കുഴലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ? ഇരവുകൾ പകലായിരിയില്ലേ, വിരഹവും മധുരം പകരില്ലേ. പ്രേമത്തിൻ പീലിക്കണ്ണിൽ നീയാണല്ലോ, കൂട്ടാമീണം നാണം അമ്പാടി പയ്യുകനെയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. കുഴലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ? നാടും കാണാം കൂടും കൂട്ടാം ഈണം പാടാം നാണം ചൂടാം. ഓ ഓക്കെ മക്കളെ, ശരി. അപ്പോൾ അരമണിക്കൂർ സമയം കൊണ്ട് സെറ്റ് ചെയ്തോണ്ടായിരിക്കും സിദ്ധി മോളെ തെറ്റിച്ചല്ലേ? പിന്നെ സിദ്ധിയും അനാമികയും നിന്നത് ഒരേപോലെ ആയിപ്പോയി. ബാക്കി എല്ലാവരും ഇങ്ങനെ ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഗ്യാപ്പ് ഇങ്ങനെ ഒരേപോലെ. ഓക്കെ ഇങ്ങനെ പാട്ടിന്റെ ലയത്തിൽ അങ്ങ് ചെയ്ത്, പക്ഷെ എന്നിട്ടാണ് ഓക്കെ പറ്റിയത്. അരമണിക്കൂർ ടൈം ബേസ് ചെയ്ത് നല്ലതായിട്ട് തന്നെ ചെയ്തത്. എന്നാലും കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. കിട്ടിയ പോർഷനാണ് പോയത്. ആണോ? ഓക്കെ. പോയ പോർഷൻസ് ഒക്കെ അപ്പൊ രണ്ടുപേര് വീതമായിട്ട് തന്നെ അഭിപ്രായം പറഞ്ഞു ജോഡികളായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും പോർഷൻ കിട്ടി, കിട്ടിയ പോർഷൻ പോയി, അതായിരുന്നു അഭിപ്രായം. പിന്നെ അപ്പൊ സുമിയോട് നിങ്ങളോട് നിങ്ങൾ തന്നെ പറഞ്ഞുതരും. എനിക്കൊരു ഇടി കിട്ടി. ഇടി കിട്ടിയപ്പോഴത്തേക്ക് എന്റെ പറഞ്ഞു മക്കളെ അടുത്ത് നിൽക്കാം. അപ്പോഴേ നമുക്ക് കാര്യം നല്ല ഗ്യാപ്പായി. ഞാൻ പാട്ടും മറന്നു, സ്റ്റെപ്പും മറന്നു, എല്ലാം മറന്നു, എന്തൊക്കെയോ ചെയ്തു. കുറച്ച് കളിക്കുന്നുണ്ട് സിദ്ധി തെറ്റി. ഇനി അടുത്ത ജോഡികൾ പറഞ്ഞോളൂ. കമണാഭിരാമി. പാട്ടൊന്ന് മറന്നുപോയി. അനുരാഗം എന്നുള്ളൊരു വരി ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ പാടിയില് കുഴലായിരുന്നു. കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ക്യാമറ കണ്ടില്ലേ? ഞാൻ ഇവള് കളിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവള് കളിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവള് കറങ്ങി വന്ന് നിൽക്കുവാണ്, ഞാൻ കളിക്കാൻ വേണ്ടി. അങ്ങനെ ഇവളങ്ങ് പോയിട്ട് അപ്പൊ ഞാൻ കുഴലും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് അപ്പോഴാണ് മനസ്സിലായ അനുരാഗം എത്തിയതേ ഉള്ളത്. പിന്നെ അങ്ങനെ നിന്ന് കളിച്ചു, വേറൊന്നും ഞാൻ തെറ്റിച്ചില്ല. ഓക്കെ ഓക്കെ, നന്നായിരുന്നു ചേച്ചി. പിന്നെ അഭിരാമിനെ ഇങ്ങനെ കാണാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു ജന മീനാക്ഷി ദമ്പതികൾ? അരമണിക്കൂർ ബേസ് ചെയ്ത് പ്രാക്ടീസ് എല്ലാം കൂടെ നല്ലതായിട്ട് തന്നെ. ഞങ്ങള് കുറച്ച് സമയം എടുത്തു. അതും ഇല്ലായിരുന്നു, പെട്ടെന്നാ ചെയ്തേ. ജന കൊറിയോഗ്രാഫി ചെയ്തോണ്ടിരുന്ന് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ മാറ്റി. അത് ശരി. എന്നാലും കുഴപ്പമില്ല മക്കളെ. അപ്പോൾ ട്രിവാൻഡ്രം പേയാട് നിന്നുള്ള സുമിയുടെ ആഗ്രഹപ്രകാരം വളരെ കുറഞ്ഞ സമയം അല്ലേ, എല്ലാം കൂടെ പ്രാക്ടീസ് എല്ലാം കൂടെ ചിലർക്ക് 10-15 മിനിറ്റ് എടുത്തുള്ളൂ, ചിലർക്ക് അരമണിക്കൂർ. ഞാൻ പറഞ്ഞ ടൈമിങ്ങിൻ്റെ അതായിരിക്കും, അത്ര എടുത്തില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ മുഖലക്ഷണം കണ്ടാൽ അറിയാം. പിന്നെ അത്ര അങ്ങോട്ട് പ്രാക്ടീസ്
അത്രയും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതായനേന്ന് തോന്നുന്നു. എന്നാലും സുമിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം. എന്നാലും പെട്ടെന്ന് ഈ ഒരു ടൈമിംഗ് ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്തേയില്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി. അപ്പോൾ സുമിയോട് താങ്ക് യു പറഞ്ഞോ. താങ്ക് യു. നന്ദി. ഓക്കെ, ബൈ.